നിയമസഭാ മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണം സജീവമായി. വാശിയേറിയ മത്സരമാണ് ഇത്തവണ തൃത്താലയിൽ നടക്കുന്നത്. തൃത്താല മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ മത്സരചിത്രം തെളിഞ്ഞു. LDF സ്ഥാനാർത്ഥിയായി നിലവിലെ മന്ത്രിയായ MP രാജേഷും UDF സ്ഥാനാർത്ഥിയായി മുൻ MLA ആയ VT ബൽറാമും NDA സ്ഥാനാർത്ഥിയായി BJPയിലെ V ഉണ്ണികൃഷ്ണനുമാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. LDF UDF സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക നൽകി. NDA സ്ഥാനാർത്ഥി നാളെയാണ് പത്രിക നൽകുക. 2021 തിരഞ്ഞെടുപ്പിൽ MP രാജേഷിലൂടെയാണ് LDF മണ്ഡലം തിരിച്ചുപിടിച്ചത്. 3016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു MP രാജേഷിന്റെ വിജയം. അന്ന് പോൾ ചെയ്ത 1,52,311 വോട്ടുകളിൽ 69,814 വോട്ട് LDFന് ലഭിച്ചു. 66,798 വോട്ടാണ് UDFന് ലഭിച്ചത്. 12,851 വോട്ട് NDAയും കരസ്ഥമാക്കി. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് LDF ഇത്തവണ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. മണ്ഡലം നിലനിർത്താൻ മന്ത്രി MP രാജേഷിനെ തന്നെയാണ് വീണ്ടും കളത്തിലിറക്കിയിരിക്കുന്നത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചാണ് UDFന്റെ പ്രചരണം. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ കഴിയുമെന്നത് തന്നെയാണ് UDFന്റെ കണക്കുകൂട്ടൽ. UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണവും ബഹുദൂരം മുന്നിലേക്ക് കടന്നു. മാറ്റങ്ങൾക്കായി NDAയും പ്രചരണ രംഗത്തുണ്ട്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇത്തവണ NDAയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഹാപ്പിയാണ് തൃത്താല എന്ന വാചകവുമായാണ് LDFന്റെ പ്രചരണം. ബൽറാം ബെസ്റ്റാണ് എന്നതാണ് UDFന്റെ പ്രചരണ ലൈൻ. ഇരുവരുടെയും പ്രചരണവും മണ്ഡലത്തിൽ വാശിയേറിയതാണ്. വരും ദിവസങ്ങളിലും പ്രചരണം ശക്തമാകും. സംസ്ഥാനം ഉറ്റുനോക്കുന്ന മത്സരം കൂടിയായാണ് ഇത്തവണ തൃത്താല മാറുന്നത്.